അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1 യാസീൻ എന്നതിലെ മദ്. ഓപ്ഷൻസ് ലാസിം, ആരിൽ, ലീന്. ചരിത്രം ലാസിം. 2 മദുൽ ലാസിം നീട്ടൽ നിർബന്ധമാണ്. ഓപ്ഷൻസ് 2 ഹർക്കത്ത്, 2 അലിഫ്, 6 ഹർക്കത്ത്. ചരിത്രം മൂന്നാമത്തെ ഓപ്ഷൻ 6 ഹർക്കത്ത്. 3 വസ്സമാഇ ബിനാഅ എന്നതിൽ വഖഫ് ചെയ്യണം. ഓപ്ഷൻസ് ഹംസയിൽ, അലിഫിൽ, തൻവീനിൽ. ബിനാഅ എങ്ങനെയാണ് വഖഫ് ചെയ്തത്? അലിഫിലാണ്. ചരിത്രം രണ്ടാമത്തെ ഓപ്ഷൻ അലിഫിൽ. 4 മുസ്ഹഫിലുള്ള ഹുറൂഫുൽ മുഖത്തഅ. ഓപ്ഷൻസ് 20, 14, 10. ചരിത്രം രണ്ടാമത്തെ ഓപ്ഷൻ 14. 5 മദ്ദുൽ ആരില് നീട്ടലാണ് നല്ലത്. ഓപ്ഷൻസ് 1 അലിഫിൻ്റെ ഖദർ, 3 ഹർക്കത്തിൻ്റെ ഖദർ, 3 അലിഫിൻ്റെ ഖദർ. ചരിത്രം മൂന്നാമത്തെ ഓപ്ഷൻ 3 അലിഫിൻ്റെ ഖദർ. 6 മദ്ദുൽ ലാസിമിന് ഉദാഹരണം. ഓപ്ഷൻസ് ഖാഫ്, ഷാഅ, തുഫ്ലിഹൂൻ. ചരിത്രം ഒന്നാമത്തെ ഓപ്ഷൻ ഖാഫ്. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7 മദ്ദുൽ മുത്തസിൽ, 8 മദ്ദുൽ മുൻഫസിൽ, 9 മദ്ദുൽ ആരിൽ, 10 മദ്ദുൽ ലാസിം, 11 മദ്ദുൽ ലീൻ. ഇപ്പുറത്ത് നോക്കൂ. എ അല്ലമൽ ഖുർആൻ, ബി അൽ ഹാഖ, സി വസ്സൈഫ്, ഡി മലായിക, ഇ ഇന്നാ അൻസൽനാഹ്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7 മദ്ദുൽ മുത്തസിൽ. ചരിത്രം ഡി മലായിക. 8 മദ്ദുൽ മുൻഫസിൽ. ചരിത്രം ഇ ഇന്നാ അൻസൽനാഹ്. 9 മദ്ദുൽ ആലിൽ. ചരിത്രം എ അല്ലമൽ ഖുർആൻ. 10 മദ്ദുൽ ലാസിം. ചരിത്രം ബി അൽ ഹാഖ. 11 മദ്ദുൽ ലീൻ. ചരിത്രം സി വസ്സൈഫ്. DEA BC. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12 താഉൽ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഡാഷ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹ. താഉൽ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. 13 മദ്ദുൽ ലീൻ ഡാഷ് ഖദറായി ചുരുക്കലാണ് നല്ലത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 1 അലിഫിൻ്റെ. മദ്ദുൽ ലീൻ 1 അലിഫിൻ്റെ ഖദറായി ചുരുക്കലാണ് നല്ലത്. 14 വഖഫിൻ്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂനുകൾക്ക് ഡാഷ് എന്ന് പറയുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ആരിലായ സുക്കൂൻ. വഖഫിൻ്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂനുകൾക്ക് ആരിലായ സുക്കൂൻ എന്ന് പറയുന്നു. 15 ഹ ഉത്താനീസ് ചേർത്തി ഓതുമ്പോൾ ഡാഷിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് താഇൻ്റെ. ഹ ഉത്താനീസ് ചേർത്തി ഓതുമ്പോൾ താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. 16 മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഡാഷ് ഉണ്ടാകുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മദ്ദുൽ ആരിൽ. മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ മദ്ദുൽ ആരിൽ ഉണ്ടാകുന്നു. 17 ഖുർആനിൽ സക്തയുള്ളത് ഡാഷ് തലങ്ങളിലാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 4.
ഖുർആനിൽ സക്തയുള്ളത് 4 സ്ഥലങ്ങളിലാണ്. അടുത്ത പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18 സക്തയുടെ അടയാളം. ഉത്തരം സീൻ. 19 കാഫ് ഹ യ ഐൻ സ്വാദ് എന്നതിൽ ലാസിമായ മദ്ദുകളുടെ എണ്ണം. ഉത്തരം 3. 20 താഉൽ മർബൂത്തയുടെ മറ്റൊരു പേര്. ഉത്തരം ഹ ഉത്തനീസ്. 21 വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ എന്ന സക്തയുടെ ആയത്തുള്ള സൂറത്ത്. ഉത്തരം സൂറത്തുൽ കഹഫ്. 22 ഐൻ സീൻ ഖാഫ് എന്നതിൽ ഐനിനെ നീട്ടൽ നിർബന്ധമായ അലിഫിന്റെ ഖദർ. ഇപ്പോൾ ഓദ്യത്തിൽ ഐനിന്റെ വിധി എന്താണ്? മദ്ദുൽ ലാസിമാണ്. മദ്ദുൽ ലാസിം എത്ര അലിഫിന്റെ ഖദറാണ്? 3 അലിഫിന്റെ ഖദറാണ്. അപ്പോൾ ഉത്തരം 3 അലിഫ്. 23 വആമനഹും മിൻ ഖൗഫ് ഇതിൽ ഖൗഫ് എന്നതിലെ മദ്. ഉത്തരം മദ്ദുല്ലീൻ. അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 ഫതഹു തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ എത്ര ഹർക്കത്തിന്റെ ഖദർ നീട്ടണം? ഉത്തരം ഫതഹു തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും 2 ഹർക്കത്തിന്റെ ഖദർ നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. 25 അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം അസ്ലിയായ മദ്ദിന്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിന്റെയോ ഹായിന്റെയോ ശബ്ദം വരരുത്. വല്ലാതെ നീളുന്നത് ഒഴിവാക്കണം. 26 ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയുന്നത് എന്തിനെയാണ്? ഉത്തരം സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയുന്നത്. 27 മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഉത്തരം മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നാലാണ് മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത്. 28 ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങൾ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ത്? ഉത്തരം ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസയ്ക്ക് ശേഷം അലിഫ് എഴുതാറില്ല. 29 ലീനക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരങ്ങൾ. 30 സക്ത ചെയ്യേണ്ടത് എങ്ങനെ? ഉത്തരം സക്തിയുള്ള സ്ഥലങ്ങളിൽ ശ്വാസം നിൽക്കാതെ അല്പം അടങ്ങണം. അടുത്ത പ്രവർത്തനം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31 ഓതേണ്ട ക്രമത്തിൽ എഴുതുക. ഇതെല്ലാം മദ്ദുൽ ലാസിമിന്റെ ഉദാഹരണങ്ങളാണ്. നാം ഇവിടെ ഓതുന്നുണ്ടല്ലോ, ആ ക്രമത്തിൽ എഴുതണം. അപ്പോൾ നോക്കൂ, കാഫ് ഹ യ ഐൻ സ്വാദ്. കാഫ് ഹ യ ഐൻ സ്വാദ്. അടുത്തത് അലിഫ് ലാം മീം റാ. അലിഫ് ലാം മീം റാ. അടുത്തത് ഐൻ സീൻ ഖാഫ്. ഐൻ സീൻ ഖാഫ്. അടുത്തത് ത്വാ സീൻ മീം. ത്വാ സീൻ മീം. 32 യോജിച്ച ഉദാഹരണങ്ങൾ ചേർത്തെഴുതുക. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റിൽ 4 ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. താഴെ 4 വിധികളും കൊടുത്തിരിക്കുന്നു. ഈ വിധികൾക്ക് യോജിച്ച ഉദാഹരണങ്ങൾ ആ വരികളിൽ എടുത്തെഴുതണം. നമുക്കാദ്യം ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. വസ്സാഫാത്തി വലാ അഖാഫു തഅലമൂൻ അലിഫ് ലാം റാ. ഇവിടെ നോക്കൂ, മദ്ദുൽ ലാസിം ഹർഫിയ്, മദ്ദുൽ ലാസിം കലിമിയ്, മദ്ദുൽ ആരിൽ, മദ്ദുൽ മുൻഫസിൽ. അപ്പോൾ നമുക്ക് യോജിച്ചത് എടുത്തെഴുതാം. ഒന്നാമത്തത് മദ്ദുൽ ലാസിം ഹർഫിയ്.
ശരിയായത് അലിഫ് ലാം റാ മദുൽ ലാസിം കലിമിയ്യ്. ശരിയായത് വസ്സാഫാത്തി. അടുത്തത് മദുൽ ആരിൽ തഅലമൂൻ. അടുത്തത് മദുൽ മുൻഫസിൽ വലാ അഖാഫു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.